വലിയൊരു വിരുന്നൊരുക്കി വിരുന്നിൽ പലരെ ക്ഷണിച്ചുവല്ലോ. ഒരുവൻ വലിയൊരു വിരുന്നൊരുക്കി വിരുന്നിൽ പലരെ ക്ഷണിച്ചുവല്ലോ. ഒരു നാൾ തന്നുടെ ദാസനെ അയച്ചു വരുവിൻ വിരുന്നിൽ മുറ ചെയ്തു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിരുന്ന് ഒരുക്കി വിരുന്നിലേക്ക് പ്രധാന വ്യക്തികളെ ക്ഷണിക്കുന്ന പതിവ് പലയിടങ്ങളിലുമുണ്ട്. വിരുന്നിൽ പ്രവേശനം ലഭിക്കുന്നതിന് ഒന്നാമത് വിരുന്ന് ഒരുക്കുന്ന വ്യക്തിയുടെ ക്ഷണം ലഭിക്കണം. രണ്ടാമത് ക്ഷണിക്കപ്പെട്ടവർ അവർക്ക് ലഭിച്ച ക്ഷണം സ്വീകരിക്കണം. ദൈവരാജ്യ പ്രവേശനത്തിനും ഈ രണ്ട് വ്യവസ്ഥകളുണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന ഉപമയാണ് ലൂക്കോസ് 14:15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിരുന്നിലേക്ക് 2 പ്രാവശ്യം ക്ഷണിക്കുക എന്നത് യഹൂദ മര്യാദയാണ്. ഒന്ന് വിരുന്ന് ദിനം അറിയിച്ചുകൊണ്ടുള്ള വിളി. ലൂക്കോസ് 14:16 അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. ഇതൊന്നാമത്തെ വിളി. 2 വിരുന്ന് ഒരുക്കിയതിനു ശേഷമുള്ള വിളി. ലൂക്കോസ് 14:17 ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ. ഇത് രണ്ടാമത്തെ വിളി. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം ദൈവം ഒന്നാമതും നൽകിയത് പ്രവാചകന്മാരിൽ കൂടിയാണ്. എന്നാൽ ആ ക്ഷണം സ്വീകരിക്കുവാൻ ജനം തയ്യാറായില്ല. അവർ പ്രവാചകന്മാരെ ധിക്കരിച്ചു. തുടർന്ന് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് പുത്രനിൽ കൂടി ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം രണ്ടാമതും നൽകി. അവർ ആ വിളി നിരസിക്കുക മാത്രമല്ല, പിതാവയച്ച പുത്രനെ ക്രൂശിൽ തറച്ച് കൊല്ലുകയും ചെയ്തു. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ വിളി എനിക്ക് അന്ന് നൽകിയിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും യേശുവിനെ ക്രൂശിക്കില്ലായിരുന്നു എന്ന്. എന്നാൽ ഇന്നും ദൈവം തൻ്റെ പുത്രനിൽ കൂടി ഈ വിളി നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നാമോ നമ്മുടെ വാക്കുകളിൽ കൂടിയും പ്രവൃത്തികളിൽ കൂടിയും സ്നേഹമില്ലായ്മയിൽ കൂടിയും എല്ലാം വിളി നിരസിച്ച് ദിനംതോറും യേശുവിനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നു. ലൂക്കോസ് 14 പറയുന്ന ഉപമയിൽ 3 വിഭാഗത്തിലുള്ളവർക്കാണ് വിളി ലഭിക്കുന്നത്. എന്നാൽ ഈ മൂവരും വിളി നിരസിച്ചു. വിളി നിരസിക്കുന്നതിന് അവർ പറഞ്ഞ കാരണങ്ങളൊന്നും തന്നെ യജമാനായ ദൈവം അംഗീകരിക്കുന്നില്ല. യജമാനൻ പറയുന്നത്, ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കുകയില്ല. 14:24 വിളി നിരസിക്കുന്നവർക്ക് വീണ്ടും ഒരു ക്ഷണം ലഭിക്കില്ല. ഈ 3 കൂട്ടരും വിളി നിരസിച്ചുകൊണ്ട് പറഞ്ഞ കാരണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1. വയൽ വാങ്ങിയ മനുഷ്യൻ്റെ നിരസനം. വാക്യം 18 പുതിയ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അത് കണ്ട് അന്വേഷിച്ച് പരിശോധിച്ചതിന് ശേഷമേ കച്ചവടം ഉറപ്പിക്കുകയുള്ളൂ. വസ്തുവിന് വല്ല ബാധ്യതയും കേസുമുണ്ടോ, വസ്തു ഫലപുഷ്ടിയുള്ളതാണോ, ഇവയെല്ലാം അന്വേഷിക്കണം. അതുകൊണ്ട് വിരുന്നിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ള കാരണം പറഞ്ഞത് ന്യായമാണ്. ഫുസത്ത് നമുക്ക് ആവശ്യമാണ്. എന്നാൽ അത് നേടിയെടുക്കുന്നതിനു വേണ്ടി യജമാൻ്റെ വിലയേറിയ ക്ഷണം നിരസിപ്പാൻ പാടില്ല. ഭൂമി വേറെയും വാങ്ങാം, എന്നാൽ വിളി ഒരിക്കലേ ലഭിക്കൂ. അനുഗ്രഹത്തിന് ദാതാവായ ദൈവത്തെ നൈമിഷികമായ സ്വത്തിനും സന്തോഷത്തിനും വേണ്ടി തള്ളിക്കളയരുത്. അഥവാ പ്രധാനമായതിനെ തള്ളിക്കളഞ്ഞിട്ട് അപ്രധാനമായതിനെ തൽസ്ഥാനത്ത് സ്വീകരിക്കരുത്. അപ്രധാനമായതിനെ സ്വീകരിച്ച വ്യക്തിയാ ഒന്നാമത്തെ ആൾ. പലപ്പോഴും നാം ചെയ്യുന്നത് ഇതുതന്നെയല്ലേ? ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി കർത്താവിനെ മാറ്റി നിർത്തി അനേക അവസരങ്ങൾ നമ്മിലും ഉണ്ടായിട്ടില്ലേ? അങ്ങനെയെങ്കിൽ നാമും കർത്താവിൻ്റെ വിളി നിരസിച്ചവരാം. 2. 5 കാളയെ ശോധന ചെയ്യുന്ന മനുഷ്യൻ്റെ നിരസനം. വാക്യം 19 പുതുതായി വാങ്ങിയതിനെ പരീക്ഷിക്കുക. പുതിയ സ്വത്തിലുള്ള അതിര് കവിഞ്ഞ താല്പര്യമാണ് ഇത്. വിരുന്ന് കഴിഞ്ഞ് അതിന് സമയം കണ്ടെത്താമായിരുന്നു. പക്ഷേ വിളി നിരസിച്ചുകൊണ്ട് അനുഗ്രഹം നൽകിയ ദൈവത്തെ ഈ മനുഷ്യൻ തള്ളിക്കളഞ്ഞു. പുതുതായി എന്തെങ്കിലും ലഭിക്കുമ്പോൾ നാമും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും, ഉപവസിക്കും. നല്ല ജോലി ലഭിച്ചു കഴിയുമ്പോൾ അതിന് കാരണമായി തീർന്ന ദൈവത്തോട് ഒട്ടും ബന്ധമില്ലാത്ത വിധത്തിൽ ജീവിക്കുകയും ചെയ്യും. പിന്നെ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കൂട്ടായ്മയുമില്ല. പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി അതിൻ്റെ പിന്നാലെയാകും പിന്നെ യാത്ര. ഇന്ന് ദൈവം നൽകിയ നന്മകൾ അനുഭവിക്കുകയും അത് നൽകിയ ദൈവത്തെ മറന്ന് ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരും വിളി നിരസിച്ച രണ്ടാമത്തെ മനുഷ്യന് തുല്യനാണ്. 3. വിവാഹം കഴിച്ച മനുഷ്യന് നിരസനം. വാക്യം 20 യഹൂദ നിയമപ്രകാരം പുതുതായി വിവാഹം കഴിക്കുന്നവൻ യുദ്ധത്തിന് പോകരുത്. അവൻ 1 വർഷത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരിക്കണം.
അവൻ്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്. ആവർത്തനം 24:5. ഈ നിയമപ്രകാരം വിവാഹം കഴിച്ച മനുഷ്യൻ വിളി നിരസിച്ചത് ന്യായമാണ്. നിയമം ദൈവം നൽകിയതാണ്, അത് മനുഷ്യൻ്റെ അവകാശവുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിളി മനുഷ്യൻ്റെ അവകാശം നിലനിർത്തുന്നതിനു വേണ്ടി നിരസിക്കുവാൻ പാടില്ല. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാതെ ദൈവത്തെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും തള്ളിക്കളഞ്ഞ് താൻ ഇഷ്ടപ്പെടുന്നവരുമായി ജീവിക്കുന്ന മനുഷ്യൻ, അഥവാ സ്വന്തം സുഖത്തിനായി ദൈവവിളി ഉപേക്ഷിക്കുന്നവർ, പലപ്പോഴും നമ്മുടേതായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ദൈവിക പദ്ധതികളെ നാമും നിരസിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന മൂന്നാമത്തെ മനുഷ്യനെ പോലെ നാമും ദൈവവിളി നിരസിച്ചവരാ. വിരുന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. വിരുന്ന് നിരസിച്ചതിൽ കൂടി കർത്താവിൻ്റെ സ്നേഹത്തെയാ അവർ മൂവരും നിരസിച്ചത്. കർത്താവിൻ്റെ സ്നേഹ സാമ്രാജ്യത്തിലേക്ക് നമ്മെയും വിളിക്കുന്നു. വിളി നിരസിച്ചാൽ പിന്നെ ഒരു വിളി വീണ്ടും ലഭിക്കില്ല. കർത്താവേ, നിന്റെ സ്നേഹരാജ്യത്തിലേക്കുള്ള വിളി നിരസിക്കാതെ നിന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ എന്നെയും അനുവദിക്കണമേ. ആമേൻ. സ്വർഗ്ഗവിരുന്നിൻ വിളി കേൾക്കാം, കുഞ്ഞാടി വിരുന്നിനായി ഒരുങ്ങിടണം. സ്വർഗ്ഗവിരുന്നിൻ വിളി കേൾക്കാം, കുഞ്ഞാടി വിരുന്നിനായി ഒരുങ്ങിടണം. അനന്തമകാലം വാണിടുവാനാ, അനന്തമകാലം വാണിടുവാനാ, പുതിയൊരു സുദിനം ആഗതമാ. ഒരുവൻ വലിയൊരു വിരുന്നൊരുക്കി, വിരുന്നിൽ പലരെ ക്ഷണിച്ചുവല്ലോ. ഒരുവൻ വലിയൊരു വിരുന്നൊരുക്കി, വിരുന്നിൽ പലരെ ക്ഷണിച്ചുവല്ലോ.